ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലോറൽ ബഞ്ചസ് ആണ്. ഫ്ലോറൽ ബഞ്ചസ് എന്ന് പറഞ്ഞാൽ പൂക്കളുടെ കൂട്ടങ്ങൾ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ചെടിയിലായാലും ഒരു പൂ മാത്രമല്ലല്ലോ കാണുന്നത്, ഒരുപാട് പൂക്കളും ഇലകളും ഒക്കെ കാണുമല്ലേ. അതുപോലെ നമ്മൾ മെഹന്തി എലമെൻറ്റ്സ് കൊണ്ട് പൂക്കളുകളും സുവൾസും ഹംസും എല്ലാം കൂടെയൊക്കെ ചേർത്തിട്ടാണ് ഒരു ഫ്ലോറൽ ബഞ്ചസ് വരയ്ക്കുക. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. അത് ഏത് എലമെൻറ്റ് ചേർത്ത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഫ്ലോറൽ ബഞ്ചസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെയുള്ള 6 ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ട് അതിന് മുകളിലായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് പെറ്റൽസ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വലിയ പെറ്റൽസ് ചെയ്തെടുത്തിട്ട് ഔട്ട്ലൈൻ ഡാർക്കൈൻ ചെയ്തിട്ട് നടുവിലായി മെഹന്തി ഫില്ല് ചെയ്ത് പെറ്റൽസുകളെല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് 3 ലീഫ് വരച്ചു കൊടുക്കുക. താഴെ 2 ലീഫാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു സുവൾ വരച്ചു കൊടുക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണല്ലോ ഈ സുവൾ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 3 ലീഫ് വരച്ചു കൊടുക്കുക. മറുവശത്തും ഇതുപോലത്തെ സുവൾ വരച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലായി 3 സുവൾ വരച്ചെടുക്കണം. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെ ചെറിയ റൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് 3 വര കൊടുത്തിട്ട് അതിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്ലൈനുകളെല്ലാം ഒന്ന് ഡാർക്കൈൻ ചെയ്ത് ആ ഒരു നടുവിലുള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഔട്ട്ലൈൻ ഡാർക്കൈൻ ചെയ്യുമ്പോൾ ലീഫിൻ്റെ ആ ഒരു കൂർത്ത മുനകളൊന്നും പോവാതെ ഒന്ന് ഡാർക്കൈൻ ചെയ്തെടുക്കണം കേട്ടോ. പോയാൽ തന്നെ ഒന്ന് കൂർപ്പിച്ച് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് നഷ്ടപ്പെടും കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഒരു താമര വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലോറൽ ബഞ്ചസ് ചെയ്യുന്നതെന്നാണ്. ഈ ഫ്ലോറൽ ബഞ്ചസ് കൂടുതലായിട്ട് നമ്മൾ മെഹന്തിയിൽ ഉപയോഗിക്കുന്നത് കൈയുടെ ഉള്ളം കൈ എന്നൊക്കെ പറയല്ലേ, ഒരു കൈയുടെ ഒത്ത നടുക്ക് ഇടാനാണ്. അല്ലാതെ ഇടുന്നതിന് കുറച്ച് പാർട്ടീഷൻ ചെയ്തിട്ട് ഇടുന്ന രീതിയുണ്ട് ഫ്ലോറൽ ബഞ്ചസിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ പഠിക്കാം കേട്ടോ. താമര വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് 2 ലീഫും പിന്നെ ഇതളുകൾ ഷെയ്ഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 2 സുവൾ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കണ്ടില്ലേ, ഇതുപോലെ ലീഫുകൾ ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ താഴത്തെ പോർഷനിൽ ഒരു ചെറിയ താമരയും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു നടുവിലുള്ള ഭാഗം ഷെയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡോട്ട് ഇട്ട് കൊടുക്കുക. ആ ഒരു വലിയ താമരയ്ക്ക് നമ്മൾ 3 ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നടുവിൽ. എന്നിട്ട് അതിന് 2 ലീഫും അതിൻ്റെ സൈഡിലായിട്ട് ഒരു സുവളും പിന്നെ റൗണ്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഔട്ട്ലൈനുകളെല്ലാം ഒന്ന് ഡാർക്കൈൻ ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഒരു റോസ് ഫ്ലവർ വെച്ചിട്ട് നമുക്ക് ഫ്ലോറൽ ബഞ്ചസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു സോൾ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബലൂണിൻ്റെ ഷേപ്പ് കൊടുക്കുക. താഴെയായിട്ട് 2 നീളത്തിലുള്ള വൈൻസ് കൊടുത്തിട്ട് ഇതുപോലെയുള്ള പെറ്റൽസുകൾ വരച്ച് കൊടുക്കുക കേട്ടോ. 5 പെറ്റൽസാണ് വരച്ച് കൊടുക്കുന്നത്. പിന്നെ മുകളിലുള്ള പെറ്റൽസ് വരയ്ക്കുമ്പോൾ കുറച്ച് വേവി ആയിട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡിലായിട്ട് സുവൾസ് വരച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഹംസ് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ ഇതുപോലത്തെ സോൾസും ഹംസും ചെയ്തെടുക്കുന്നതിൽ 5 എണ്ണമാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ മുഴുവനായിട്ട് കവർ ചെയ്ത് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി വൈൻസ് വരച്ച് കൊടുക്കുക. 3 വൈൻസ്, അതായത് സൈഡുകളിലായിട്ട് ഇതുപോലെ 3 വൈൻസ് വരച്ചെടുക്കുക കേട്ടോ.
ഇനി ആ ഒരു ഹംസിൻ്റെ മുകളിലായിട്ടൊക്കെ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു ലീഫിൻ്റെ സൈഡിലായിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു പെറ്റലുകളെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കാം. പെറ്റൽ ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോൾ മുഴുവനായിട്ടും ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. സൈഡിലായിട്ടുള്ള ആ ഒരു പെറ്റൽ സൈഡിൽ നിന്ന് അങ്ങോട്ട് വരുന്ന രീതിയിൽ തന്നെ വരച്ചെടുക്കാം കേട്ടോ. എങ്കിലാണ് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുകയുള്ളൂ. ഇനി നാലാമതായിട്ട് ഒരു സൂള് വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഹംസ് വരച്ചെടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ പുറമെ 6 ഹംസും സൂൾസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ മിനാരം പോലത്തെ അല്ലെങ്കിൽ വലിയ ലീഫ് പോലത്തെ ഉള്ള ആ ഒരു പെറ്റൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ മുഴുവനായിട്ടും. ഇനി അതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്തും കൂടെ എടുക്കണം. ഇനി അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ സോള് ചെയ്തിട്ട് ഹംസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മറു സൈഡിലുള്ള ഇതളിൻ്റെ ആ ഒരു വിടവിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ 2 റൗണ്ട്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വൈൻസ് ആണ് ചെയ്തെടുക്കുന്നത്. സിമ്പിൾ വൈൻ നമ്മൾ പഠിച്ചില്ലേ, ആ സിമ്പിൾ വൈനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ആ ഒരു ഹംസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രിൽസിന് കുറച്ച് കട്ടി കൊടുത്തിട്ട് വരച്ചല്ലോ, അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആ ഒരു പെറ്റലിനെ എല്ലാം ഒന്ന് ഔട്ട്ലൈനിൽ നിന്ന് ഡാർക്കിൻ ചെയ്തെടുക്കണം. ഇനി ആ പെറ്റലിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഡോട്ട്സുകളും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ബോൾഡ് ഫ്ലവേഴ്സ് പഠിച്ചു അല്ലേ, ബോൾഡ് റോസ്. ഒരു ബോൾഡ് റോസ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഒരു ബോൾഡ് റോസ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ സോള് ചെയ്തിട്ട് അതിന് മുകളിൽ ഹംസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിൽ ഫ്രിൽസിന് കുറച്ച് കട്ടി കൂട്ടിയതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ 3 ചെയ്തെടുക്കുന്നുണ്ട് 3 സൈഡിലായിട്ട്. ഇനി നമ്മൾ ലീഫിന് വേണ്ടി കൊടുക്കുന്നത് കോഫി ബീൻ ലീഫാണ്. അത് 3 സൈഡിലായിട്ട് 3 വീതം ചെയ്ത് കൊടുക്കണം. ഇനി 6 ഒരു സോള് വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഹംസ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇടവിട്ടിട്ട് ഇങ്ങനെ പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഒരു ലവ് ഷേപ്പിലെ പെറ്റൽസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി അതിനെ ഒന്ന് ഔട്ട്ലൈൻ ഡാർക്കൈൻ ചെയ്തെടുക്കണം. എന്നിട്ട് പെറ്റലൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 2 കൂടി വരച്ചെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ 3 സൈഡിലായിട്ട് വൈൻസാണ് വരച്ചു കൊടുക്കുന്നത്, സിമ്പിൾ വൈൻസ്. അപ്പം നിങ്ങൾക്ക് സിമ്പിൾ വൈൻസ് മാറ്റി വേറെ വൈൻസുകളും, നമ്മൾ കുറേ വൈൻസുകൾ പഠിച്ചില്ലേ, ആ വൈൻസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ആ ഒരു പെറ്റലിൻ്റെ സൈഡുകളിലായിട്ട് കണ്ടില്ലേ, ആ ഒരു വിടവിൽ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.